നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും നിയമനിർമ്മാണ സഭകളെക്കുറിച്ചും കൃത്യമായ അറിവുണ്ടായിരിക്കുക എന്നത് ഏതൊരു പൗരന്റെയും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ആവശ്യമാണ്. കേരള സംസ്ഥാന നിയമസഭയിലെ വിവിധ വകുപ്പുകൾ ഏതൊക്കെയാണെന്നും ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ആരൊക്കെയാണെന്നും നോക്കാം. വി.ഡി. സതീശൻ, മുഖ്യമന്ത്രി, ധനകാര്യം, നിയമം, തീരദേശ വികസനം, തുറമുഖം, സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന വയോജനക്ഷേമ വകുപ്പ് തുടങ്ങി മറ്റു നിരവധി വകുപ്പുകളും വി.ഡി. സതീശനാണ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യത്ത് ആദ്യമായാണ് വയോജനക്ഷേമ വകുപ്പ് ഒരു സ്റ്റേറ്റിൽ ആരംഭിക്കുന്നത് എന്ന പ്രത്യേകതയും കേരളത്തിനുണ്ട്. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ, കൂടാതെ വ്യവസായ മേഖലയുടെ പുരോഗതിയും വികസനവും ഉറപ്പാക്കുന്ന കയർ വകുപ്പ് തുടങ്ങി മറ്റു നിരവധി വകുപ്പുകളും രമേശ് ചെന്നിത്തലയാണ് കൈകാര്യം ചെയ്യുന്നത്. കെ മുരളീധരൻ പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്ന ആരോഗ്യ വകുപ്പും കൂടാതെ ദേവസ്വം വകുപ്പും കെ മുരളീധരനാണ് കൈകാര്യം ചെയ്യുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി നാടിന്റെ വികസന കുതിപ്പിന് വേഗത കൂട്ടുന്ന വ്യവസായ വകുപ്പും ഒപ്പം പുതുതലമുറയ്ക്ക് പുത്തൻ സാങ്കേതിക അവസരങ്ങൾ ഒരുക്കുന്ന IT വകുപ്പുമാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. A.P. അനിൽകുമാർ കേരളത്തിലെ ഭൂമി സംബന്ധമായ മുഴുവൻ ഇടപാടുകളും ജനങ്ങളുടെ ഭൂമി അവകാശങ്ങളും സുതാര്യമായി ഏകോപിപ്പിക്കുന്ന റവന്യൂ വകുപ്പിന്റെ അമരക്കാരൻ A.P. അനിൽകുമാറാണ്. ഊർജ്ജ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്ന വൈദ്യുതി വകുപ്പും ഒപ്പം പരിസ്ഥിതി സംരക്ഷണവും സഭാ നടപടികളും ഒരേപോലെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സണ്ണി ജോസഫാണ്. ബിന്ദു കൃഷ്ണ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും സമൂഹത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്ന വകുപ്പുകൾ ബിന്ദു കൃഷ്ണയുടെ കൈകളിൽ ഭദ്രമാണ്. എം ലിജു ജനകീയ സഹകരണ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് കരുത്തുപകരുന്ന എക്സൈസ് വകുപ്പും എം ലിജുവാണ് നയിക്കുന്നത്. PC വിഷ്ണുനാഥ് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിനു മുന്നിൽ തുറന്നിടുന്നതിനൊപ്പം നമ്മുടെ സാംസ്കാരിക പൈതൃകവും ചലച്ചിത്ര മേഖലയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ PC വിഷ്ണുനാഥ് മുൻകൈയെടുക്കുന്നു. ടി സിദ്ദിഖ് മണ്ണറിഞ്ഞ് പണിയെടുക്കുന്ന നമ്മുടെ കർഷകരുടെ ഉന്നമനവും കാർഷിക വിളകളുടെ ശാസ്ത്രീയമായ സംഭരണവും ഉറപ്പാക്കുന്ന കൃഷി വകുപ്പിന്റെ ചുമതല ടി സിദ്ദിഖിനാണ്. റോജി എം ജോൺ യുവതലമുറയ്ക്ക് ആഗോള നിലവാരത്തിലുള്ള പഠനാവസരങ്ങളും മികച്ച തൊഴിൽ നൈപുണ്യവും വാഗ്ദാനം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദിശാബോധം നൽകുന്നത് റോജി എം ജോൺ ആണ്. OJ ജനീഷ് കായിക രംഗത്ത് നാളത്തെ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനൊപ്പം യുവജനങ്ങളുടെ ക്രിയാത്മകമായ വളർച്ചയും രജിസ്ട്രേഷൻ വകുപ്പും OJ ജനീഷ് മികച്ച രീതിയിൽ നിയന്ത്രിക്കുന്നു. KA തുളസി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവരുടെ സമഗ്രമായ പുരോഗതി ഉറപ്പാക്കാനുമുള്ള പിന്നോക്ക ക്ഷേമ വകുപ്പ് KA തുളസിയാണ് കൈകാര്യം ചെയ്യുന്നത്. N ഷംസുദ്ദീൻ കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വികസന വകുപ്പും N ഷംസുദ്ദീനാണ് കൈകാര്യം ചെയ്യുന്നത്. P.K. ബഷീർ നാടിന്റെ അടിസ്ഥാന വികസനത്തിനും സുരക്ഷിതമായ ഗതാഗത സൗകര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന പൊതുമരാമത്ത് വകുപ്പ് P.K. ബഷീറിന്റെ ചുമതലയിലാണ്. V. അബ്ദുൽ ഗഫൂർ തീരദേശ ജനതയുടെ ജീവനോപാധിയായ ഫിഷറീസ് വകുപ്പും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന സാമൂഹ്യ ക്ഷേമം വകുപ്പും V. അബ്ദുൽ ഗഫൂർ ആണ് നയിക്കുന്നത്. KM ഷാജി ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പ്രാദേശിക വികസനവും ജനകീയ സേവനങ്ങളും ഓരോ വീട്ടുപടിക്കലും എത്തിക്കുന്ന തദ്ദേശ ഭരണ വകുപ്പ് KM ഷാജിയാണ് കൈകാര്യം ചെയ്യുന്നത്. മോൻ ജോസഫ് ഓരോ വീട്ടിലും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്ന ജലവിഭാഗ വകുപ്പിന്റെയും പാർപ്പിടമില്ലാത്തവർക്ക് സ്വന്തമായി ഒരു കൂര ഒരുക്കുന്ന ഭവന നിർമ്മാണ വകുപ്പിന്റെയും പ്രധാന ചുമതലകൾ മോൻസ് ജോസഫിനാണ്. CP ജോൺ കേരളത്തിലെ KSRTC ഉൾപ്പെടെയുള്ള റോഡ് ജലഗതാഗത സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുവാനും മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനസൗഹൃദമാക്കുവാനുമുള്ള ഗതാഗത വകുപ്പിന്റെ അമരക്കാരൻ CP ജോൺ ആണ്. ഷിബു ബേബി ജോൺ നാടിന്റെ ഹരിതഭംഗിയും വന്യജീവി സമ്പത്തും കാത്തു സൂക്ഷിക്കുന്ന വനം വകുപ്പിനൊപ്പം നമ്മുടെ യുവാക്കൾക്ക് മികച്ച തൊഴിൽ നൈപുണ്യം ഉറപ്പാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് വകുപ്പും ഷിബു ബേബി ജോണിന്റെ കരുത്തുറ്റ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. അനൂപ് ജേക്കബ് പൊതുജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ റേഷൻ വിതരണം ഉറപ്പാക്കുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും ഒപ്പം അളവ് തൂക്കങ്ങളിലെ കൃത്യതയിലൂടെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഉപഭോക്തൃകാര്യ വകുപ്പും ഭേദമായി നിയന്ത്രിക്കുന്നത് അനൂപ് ജേക്കബ് ആണ്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതും സഭയിലെ ക്രമസമാധാനവും അച്ചടക്കവും പാലിക്കുക, ഭരണഘടനാപരമായ ചട്ടങ്ങൾക്ക് അനുസൃതമായി സഭാ നടപടികൾ നിയന്ത്രിക്കുക തുടങ്ങിയവയാണ് സ്പീക്കറുടെ ചുമതല. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ സ്പീക്കറുടെ അഭാവത്തിലോ അദ്ദേഹം പദവിയിലില്ലാത്ത സമയത്തോ സ്പീക്കറുടെ പൂർണ്ണമായ ചുമതലകൾ ഏറ്റെടുത്ത സഭാ നടപടികൾ നിയന്ത്രിക്കുക എന്നിവയെല്ലാം ഡെപ്യൂട്ടി സ്പീക്കറുടെ അധികാര പരിധിയിൽ വരുന്നു.